വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് MLTയുടെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന പോർഷനിലെ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ആൻറ്റിബോഡീസും ഗ്രൂപ്പിങ്ങും അതുപോലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സും ഒക്കെയാണ് പഠിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസും ആൻറ്റിബോഡീസും നോക്കാം. ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ടൈപ്പ് അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത് അയാളുടെ RBCൻ്റെ മുകളിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സർഫസിലിരിക്കുന്ന ആൻറ്റിജൻസ് ആണ് അല്ലേ. ആൻറ്റിജൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കേണ്ടത്? ഈ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീനാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. പിന്നെ നമ്മുടെ ഇനി ഇതിൽ കുറച്ച് എന്താണ് ജനറലായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ട്രാൻസ്ഫ്യൂഷൻ ടൈമിലൊക്കെ കറക്റ്റായിട്ടുള്ള മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് അല്ല നമ്മൾ റിസീവ് ചെയ്യുന്നത് എങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് പറ്റും? ആൻറ്റിബോഡീസ് ഈ റെസിപ്പിയൻ്റ് ബോഡിയിൽ റിലീസ് ചെയ്യപ്പെടും. അതിനനുസരിച്ച് RBCs ഒക്കെ നശിച്ചു പോവും. അങ്ങനെ അത് എന്തിന് കാരണമാവും? ഫേറ്റലായിട്ട് മാറും. ദാറ്റ് മീൻസ് ഡെത്ത് കോസേജിന് കാരണമാവും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന അതിലാണ്. പിന്നെ നമ്മൾ കുറേ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ലൈക്ക് ABO സിസ്റ്റം ഉണ്ട്, RH ഫാക്ടർ സിസ്റ്റം ഉണ്ട്, MN, P, RH, ലുഥരൻ, ലൂവിസ്, കെൽ, ഡഫി, കിഡ്, ഡീഗോ, YT, KG, ഡോംബ്രോക്ക്, കോൾട്ടൺ, ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ABO സിസ്റ്റവും RH ഫാക്ടർ സിസ്റ്റവും ആണ്. ഇനി ആൻറ്റിജനിലോട്ട് പോവാം. ആൻറ്റിജൻ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് എലിസിറ്റ്സ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലേ. ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ വരികയാണ്, ഒരു ഫോറിൻ പാർട്ടിക്കിൾ പ്രവേശിക്കുകയാണ്, എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. അതായത് അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസിനെയൊക്കെ റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് മോളിക്യൂൾ ഹൂസ് മോളിക്കുലാർ വെയ്റ്റ് എക്സീഡ്സ് 10,000 ഡാൾട്ടൺസ്. ഇതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് നോക്കുക, 10,000 ഡാൾട്ടണിനേക്കാളും കൂടുതലായിരിക്കും മോളിക്കുലാർ വെയ്റ്റ് വരുന്നത്. ഇനി പലതരത്തിലുള്ള ആൻറ്റിജൻസിൻ്റെ നേച്ചർ പറയുകയാണ്. ABH ആൻറ്റിജൻസ് ആണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്സ് ആയിരിക്കും. ഗ്ലൈക്കോലിപ്പിഡ്സ് മീൻസ് ലിപ്പിഡ് പ്ലസ് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത്. RH ആൻറ്റിജൻസ് ആണെങ്കിൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അവരെന്താണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത് പ്രോട്ടീൻ നേച്ചറാണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ HBsAg എന്ന് പറയുന്നത് ഒരു ലിപ്പോ പ്രോട്ടീനാണ്. പിന്നെ എ നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ദ ആൻറ്റിജെനിസിറ്റി. ഒരു ആൻറ്റിജെനിസിറ്റി, അതായത് ഈ ആൻറ്റിജെനിസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫോറിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ആൻറ്റിജന് നമ്മുടെ ഇമ്മ്യൂൺ സെൽസുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിനെയാണ് ആൻറ്റിജെനിസിറ്റി എന്ന് പറയുന്നത്. സോ ആ ആൻറ്റിജെനിസിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? വരുന്ന ആൻറ്റിജൻസിൻ്റെ മോളിക്കുലാർ സൈസ് ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ചാർജ് ഓൺ ദി സർഫസ് ഓഫ് സെൽസ് ആൻഡ് സോല്യൂബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് IR ജീൻസ് ആൻഡ് ഓക്കറൻസ് ഓഫ് ഡിസീസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദി ആൻറ്റിബോഡി റെസ്പോൺസ്. IR ജീൻസ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ജീൻസ്, ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ജീൻസും അതുപോലെ ഡിസീസ് ഒക്കറൻസും ഒക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ആൻറ്റിബോഡി റെസ്പോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നോട്ട് ഓൾ ദി ബ്ലഡ് ഗ്രൂപ്പ് സബ്സ്റ്റൻസസ് ആർ ഈക്വലി ഇമ്മ്യൂണോജെനിക്. എല്ലാവരും ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉളവാക്കുന്നവരല്ല. അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് RH നെഗറ്റീവ് റെസിപ്പിയൻസ് ഓഫ് RH പോസിറ്റീവ് ബ്ലഡ് ഹാവ് ദി ടെൻഡൻസി ടു ഗെറ്റ് സെൻസിറ്റൈസ്ഡ് ടു ദി D ആൻറ്റിജൻ. ഈ D ആൻറ്റിജനൊക്കെ വരുന്നത് നമ്മുടെ RH ഗ്രൂപ്പിങ്ങിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മുടെ RH ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ C, സ്മോൾ c, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ E, സ്മോൾ e, ഇവരൊക്കെയാണ് RH ആൻറ്റിജൻസ്. സോ അതിലേറ്റവും മെജോറിറ്റി ആയിട്ട് വരുന്നത് D ആൻറ്റിജൻ ആണ്. ഈ D ആൻറ്റിജൻ പ്രസൻറ്റ് ആണെങ്കിലാണ് നമ്മൾ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ RH പോസിറ്റീവ് എന്നും D ആൻറ്റിജൻ ഇല്ല എങ്കിൽ RH നെഗറ്റീവ് എന്നും ടേം ചെയ്യുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ RH ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൃത്യമായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് പറയുന്നത്. Other RH antigens like C and E antigens of other blood group systems are relatively less immunogenic. ഇവർ സിയും ഇയും ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഇമ്മ്യൂണോജെനിസിറ്റി കുറവായിരിക്കും. The number of antigen sites on the RBC varies according to specificity. There are approximately 1 million ABO antigen sites and 25,000 RH antigen sites on a RBC. ഇനി നമുക്ക് ആൻറ്റിബോഡീസ് നോക്കാം. ദ ആൻറ്റിബോഡീസ് ആർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻ നേച്ചർ. ഓക്കെ, ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IgA, IgG, IgM, IgE ഒക്കെ വരുന്നത്. ഇതെല്ലാം എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് അതിൻ്റെ നേച്ചർ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ
അവർ ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് ദാറ്റ് മീൻസ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ചേർന്നിട്ടുള്ള കോംപ്ലക്സ്. ഓക്കെ, അവരൊരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇവരെവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ബി ലിംഫോസൈറ്റ്സ് എന്നുള്ള സെല്ലുകളുണ്ടല്ലോ, അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്ലാസ്മ സെൽസ്, അവരാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ഓരോ ടൈപ്പുകൾ ഒന്ന് എടുത്ത് പഠിക്കാനുണ്ട്. പിന്നെ ജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇത് ഇനിയും നമ്മൾ അങ്ങോട്ട് പഠിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ അതിനകത്തുള്ള ആൻറ്റിജൻ ഏതായിരിക്കും? എ ആൻറ്റിജൻ ആയിരിക്കും. ഏത് ആൻറ്റിജൻ ആണോ പ്രസൻറ്റ് അതിനെ അനുസരിച്ചിട്ടായിരിക്കും നെയിം വരുന്നത്. അപ്പോൾ ആൻറ്റിജൻ എ ആണ് പ്രസൻ്റ് എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. പിന്നെ അതിൻ്റെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി ബി ആയിരിക്കും. പിന്നെ ബി ആൻറ്റിജൻ ആണ് പ്രസൻ്റ് എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? ബി ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റി എ ആയിരിക്കും. പിന്നെ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും പ്രസൻ്റ് ആണെങ്കിൽ അത്തരം ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അവിടെ ആൻറ്റിബോഡീസ് ഒന്നും കാണില്ല. ഇനി ആൻറ്റിജൻ ഒരു ആൻറ്റിജനും പ്രസൻ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആയിരിക്കും. അവിടുത്തെ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ആൻറ്റി എയും ആൻറ്റി ബിയും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓൾ ദി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഷെയർ എ കോമൺ കെമിക്കൽ സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ. ഈച്ച് ബേസിക് ആൻറ്റിബോഡി യൂണിറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വയ്ക്കുക. അവിടെ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. ഓക്കെ, പെപ്റ്റൈഡിൻ്റെ ചെയിനുകൾ 4 ഉണ്ട്. 2 ഐഡൻറ്റിക്കൽ ലൈറ്റ് ചെയിൻസ് ഹാവിങ് എ മോളിക്കുലർ വെയ്റ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 22,500 ഡാൾട്ടൺസ് ആൻഡ് 2 ഐഡൻറ്റിക്കൽ ഹെവി ചെയിൻസ് വിത്ത് മോളിക്കുലർ വെയ്റ്റ് ഓഫ് 50,000 to 75,000 ഡാൾട്ടൺസ്. അപ്പോൾ ഇതിൽ ഈ മോളിക്കുലർ വെയ്റ്റ് അത്രയ്ക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് വരുന്ന ചെയിൻസ് നോക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ്? ലൈറ്റ് ചെയിൻസും ഹെവി ചെയിൻസും 2 ദെൻ കോവാലൻ്റ് ഡൈസൾഫൈഡ് ബോൺസ് ഹോൾഡ് ദി 4 ചെയിൻസ് ടുഗദർ. ഇമ്മ്യൂണോഗ്ലോബുലിൻസിനകത്ത് വരുന്ന പോളിപെപ്റ്റൈഡ് ചെയിനുകളെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? കോവാലൻ്റ് ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ഒരു MCQ നോക്കി വയ്ക്കുക. ഈച്ച് ഹെവി ചെയിൻ ഹാസ് 440 അമിനോ ആസിഡ്സ് ആൻഡ് ഈച്ച് ലൈറ്റ് ചെയിൻ ഹാസ് എത്രയാണ്? 220 അമിനോ ആസിഡ്സ്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിനകത്ത് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസും ഉണ്ടാവും. അതിൽ ഈ ഹെവി പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് 440 അമിനോ ആസിഡും പിന്നെ ലൈറ്റ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് 220 അമിനോ ആസിഡും ആണ്. ഓക്കെ, അമിനോ ആസിഡുകളും കൊണ്ടാണ്. The chemical structure of heavy chains is responsible for the diversity of immunoglobulin classes. The light chains kappa and lambda are common to all immunoglobulins. ഇനി നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ക്ലാസസിലോട്ട് പോവാണ്, ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The isotopes of heavy chains determine the class of immunoglobulin. There are 5 classes of immunoglobulins designated as IgA, D, E, G, M. ഇത് നമുക്ക് ഗാമഡ് എന്ന് ഓർത്ത് വയ്ക്കാം. ഗാമഡ് അല്ലെങ്കിൽ ഗെയിം ഡി എന്നും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതായത് IgG, IgA, IgM, IgE, IgD ഇത്രയും നോക്കി വയ്ക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് 5 ക്ലാസ്സസ്. ദ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിബോഡീസ് ആർ കോമൺലി IgM, IgG, IgA. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിബോഡീസിൽ മെയിനായിട്ട് ഇൻവോൾവ് ആവുന്നത് IgMും IgGയും IgAയും. ഓക്കെ, അതിൽ IgAൻ്റെ പ്രത്യേകത നോക്കാം. IgA ക്ലാസ് ഓഫ് ആൻറ്റിബോഡീസ് എക്സിസ്റ്റ് ബോത്ത് ആസ് എ മോണോമർ ആൻഡ് ആസ് പോളിമേഴ്സ്. മോണോമേഴ്സായിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ പോളിമേഴ്സായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, കാണപ്പെടാറുണ്ട്. ദ മോളിക്കുലർ വെയ്റ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 1,60,000 ഡാൾട്ടൺസ് ആണ് ഇതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് വരുന്നത്. അടുത്തത് IgG കോൺസ്റ്റിറ്റ്യൂട്ട്സ് അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് ടോട്ടൽ സിറം ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു 75% ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് IgG. പിന്നെ ഇതിൻ്റെ സബ് ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ IgG1, G2, G3, G4 ഒക്കെയാണ് സബ് ക്ലാസ്സസ്. പിന്നെ ഇതിൽ നോക്കേണ്ടത് മോളിക്കുലർ വെയ്റ്റ് ഓഫ് IgG ഈസ് 1,50,000 ഡാൾട്ടൺസ് വിച്ച് ഈസ് ദ ലോവസ്റ്റ് ഓഫ് ഓൾ immunoglobulins. It enables IgG to cross the placental barrier. അപ്പോൾ ഇതൊരു MCQ ആണ്. പ്ലാസെൻ്റൽ ബാരിയർ കടക്കാൻ പറ്റുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgG ആണ്. IgM നോക്കാം. IgM ആൻറ്റിബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 10% ഓഫ് ദി ടോട്ടൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ടോട്ടൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 10% വരെ വരുന്നവരാണ് IgM എന്ന് പറയുന്നത്. ദേ ആർ പെൻഡാമർ ഇൻ ഷേപ്പ്. ദ മോളിക്കുലർ വെയ്റ്റ് ഈസ് എത്രയാണ്? 90 എത്രയാണ്?
9 lakh Daltons, which makes it the heaviest of all classes of immunoglobulin. അപ്പോൾ ഏറ്റവും അധികം മോളിക്കുലാർ വെയിറ്റ് ഉള്ളത് 9 lakh Daltons ഉള്ള IgM ആണ്. ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ദി പ്ലാസെൻ്റൽ ബാരിയർ. ഇത് പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്ലാസ്മ കണ്ടെയ്ൻസ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്സ് ഓഫ് IgM. ദ IgM ആർ ഹൈലി ഇഫക്റ്റീവ് agglutinins and are capable of activating the complement. ഓക്കെ, ജസ്റ്റ് ആ മോളിക്കുലർ വെയിറ്റും അതിൻ്റെ ഒരു ഫീച്ചറും നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ്. ദ ആൻറ്റിബോഡീസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എനി ആൻറ്റിജനിക് സ്റ്റിമുലസ് ആർ നോൺ ആസ് കംപ്ലീറ്റ് ആൻറ്റിബോഡീസ്. ഓക്കെ, അപ്പോൾ യാതൊരു ആൻറ്റിജനിക് സ്റ്റിമുലസും ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിബോഡീസിനാണ് കംപ്ലീറ്റ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് IgM ക്ലാസ് ആൻറ്റിബോഡീസ് ഫോൾ ഇൻ ദിസ് കാറ്റഗറി. ഓക്കെ, മിക്കവാറും IgMകാരും ഈ കംപ്ലീറ്റ് ആൻറ്റിബോഡി കാറ്റഗറിക്കുള്ളിലാണ് വരുന്നത്. Most of the ABH antibodies are IgM in nature and called natural or complete antibodies. The antibodies that require a bridge like the Combs molecule for binding to the antigenic site are called incomplete antibodies. Most IgG antibodies are incomplete antibodies. അപ്പോൾ most IgM antibodies complete antibodies ൻ്റെ കാറ്റഗറിയിൽ വരും. പിന്നെ IgG antibodies ആണെങ്കിൽ അതിൽ most IgG മോളിക്യൂൾസും വരുന്നത് ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി മോണോക്ലോണലും പോളിക്ലോണൽ ആൻറ്റിബോഡീസും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഈ മോണോക്ലോണലും പോളിക്ലോണലും ഒക്കെ വരുന്നത് അതിൻ്റെ സ്പെസിഫിസിറ്റിയുടെ കാര്യത്തിലും അതുപോലെ അതിൽ ഡിഫറൻസ് വരുന്നത് സ്പെസിഫിസിറ്റിയും പിന്നെ അവരെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നതും എന്നുള്ളതിലാണ് മെയിനായിട്ട്. അതിൻ്റെ ആ രണ്ട് ഫീച്ചേഴ്സ് നോക്കിയാലും മതി. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്ലോൺ ഓഫ് സെൽസിൽ നിന്നിട്ടും, അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസിൽ നിന്നായിരിക്കും മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ക്ലോൺ ഓഫ് സെൽസ്. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിസിറ്റി എന്ന് പറയും, അതായത് മൾട്ടിപ്പിൾ ക്ലോൺ ഓഫ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ബി സെൽസിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിസിറ്റി പറയുമ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസിന് വളരെയധികം സ്പെസിഫിക് ആയിട്ട് ഒരു സിംഗിൾ ആൻറ്റിജനിക് എപ്പിടോപ്പ് ആയിരിക്കും. ഓക്കെ, അതായത് 1:1 ആയിരിക്കും അവരുടെ ബോണ്ടിങ് എന്ന് പറയുന്നത്, ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരൊറ്റ ആൻറ്റിജൻ എന്നുള്ളതല്ല, അവർക്ക് മൾട്ടിപ്പിൾ എപ്പിടോപ്സിന് ആൻറ്റിജൻസിൻ്റെ എപ്പിടോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അവിടെ പോയി ബൈൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെയുള്ളവരാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ്. പിന്നെ ഇതിൽ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ട. ദെൻ ആൻറ്റിജൻ ആൻറ്റിബോഡി റേഷ്യോ അതെന്ന് പറയുന്നത് ജസ്റ്റ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആൻറ്റിജൻ മോളിക്യൂൾസ് ടു ദി നമ്പർ ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾസ്. ആൻറ്റിജൻ മോളിക്യൂൾസിൻ്റെ ആൻറ്റിബോഡി മോളിക്യൂൾസിൻ്റെ ആ ഒരു റേഷ്യോ ആണ്, അതായത് അവരുടെ ഒരു ഇൻട്രാക്ഷൻ്റെ റേഷ്യോ ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു സ്റ്റോഷ്യോമെട്രിക് റേഷ്യോ അത്രയേ ഉള്ളൂ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റോഷ്യോമെട്രിക് റേഷ്യോ ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റേഷ്യോ. ഇതിൽ വരുന്നത് നമുക്കിപ്പോൾ ചില ആൻറ്റിജൻസ് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻറ്റിജൻ ഒരു ആൻറ്റിബോഡിക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ 1:1 റേഷ്യോ ആയിരിക്കും. പക്ഷെ ചിലതിൽ ഒരു ആൻറ്റിബോഡിയിൽ തന്നെ കുറേ ആൻറ്റിജൻസിന് ഒരു ആൻറ്റിബോഡിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1:1 റേഷ്യോ ആയിരിക്കും. അല്ലെങ്കിൽ ലെസ് ദാൻ 1:1 റേഷ്യോ വരുന്ന ഇൻട്രാക്ഷൻസും വരും. ഓക്കെ, ഇനി നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം നോക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? കോൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഇതൊരു PYQ ആണ് കേട്ടോ. കോൾ ലാൻഡ്സ്റ്റൈനറാണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് എത്ര ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്? 4 പേരാണ്. A ഗ്രൂപ്പും B ഗ്രൂപ്പും AB ഗ്രൂപ്പും O ഗ്രൂപ്പും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ നെയിം വരുന്നത്? ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഇൻഡിവിജ്വലിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ ഏതാണോ അതിൻ്റെ ബേസിസിലാണ് ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ A ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഏത് ആൻറ്റിജൻ ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്? ടൈപ്പ് Aയിലാണെങ്കിൽ ഹാസ് ദ ആൻറ്റിജൻ A. അതുപോലെ ടൈപ്പ് Bയിലാണെങ്കിൽ ഹാസ് ദ B ആൻറ്റിജൻ. ടൈപ്പ് ABയിലാണെങ്കിൽ, അതായത് AB ഗ്രൂപ്പിൽ ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ 2 ആൻറ്റിജൻസും പ്രസൻ്റ് ആയിരിക്കും. O ഗ്രൂപ്പിലാണെങ്കിൽ A ആൻറ്റിജനും ഇല്ല, B ആൻറ്റിജനും ഇല്ല. ഓക്കെ, പിന്നെ ടൈപ്പ് O ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആൻഡ് AB ഈസ് ദി ലീസ്റ്റ് കോമൺ. ഏറ്റവും അത്ര കോമൺ അല്ലാത്തത് ABയും നല്ല കോമൺ ആയിട്ട് കാണുന്നത് O ഗ്രൂപ്പുമാണ്. പിന്നെ ഇതിൽ നോക്കാറുള്ളത്
ഇതിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡീസ് പറഞ്ഞിരുന്നല്ലോ, ടൈപ്പ് ബിക്കാണെങ്കിൽ ആൻറ്റി എ ആൻറ്റിബോഡി ആയിരിക്കും ഉള്ളത്, ടൈപ്പ് ഒയിലാണെങ്കിൽ ആൻറ്റി എയും അതുപോലെ ആൻറ്റി ബിയും ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആയിരിക്കും. ടൈപ്പ് എ ബിയിൽ ഈ 2 ആൻറ്റിബോഡീസും പ്രസൻ്റ് ആവില്ല. പിന്നെ അടുത്തത് നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തുന്ന സമയത്ത് എന്താണ് മാച്ചിങ് അല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ റിസീവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫേറ്റൽ ആയിട്ടുള്ള ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എ ഗ്രൂപ്പ്, ഓക്കെ, ബ്ലഡ് എ ഗ്രൂപ്പുള്ള ഒരു ആൾ, ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു ബി ഗ്രൂപ്പായിട്ടുള്ള ഒരു റെസിപ്പിയൻറ്റിന് കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പം ബൈ മിസ്റ്റേക്ക് ആ ഒരു ബി ഗ്രൂപ്പുകാരനിലോട്ട് എ ഗ്രൂപ്പ് കയറി. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു ഇൻകോമ്പാറ്റിബിലിറ്റി വരുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി എ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രസൻ്റ് ആണ്, ആൻറ്റിജൻ എ പ്രസൻ്റ് ആണ് അല്ലേ, ആൻറ്റിജൻ എ പ്രസൻ്റ് ആണ്, അതുപോലെ ആൻറ്റി ബിയും പ്രസൻ്റ് ആണ്. ഇനി ബി ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ആൻറ്റിജൻ ബി പ്രസൻ്റ് ആണ്, അതുപോലെ ആൻറ്റിബോഡി ഏതായിരിക്കും, ആൻറ്റി എ ആൻറ്റിബോഡി ആയിരിക്കും ബിയിൽ പ്രസൻ്റ് ആവുക. ഓക്കെ, ആൻറ്റി എ ആൻറ്റിബോഡി ആയിരിക്കും ബി ഗ്രൂപ്പിൽ പ്രസൻ്റ് ആയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും റിസീവറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും ആണെങ്കിൽ ഇവരുടെ ബ്ലഡ് ചേരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇയാളിലുള്ള ആൻറ്റി എ ആൻറ്റിബോഡീസ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, വന്ന ബ്ലഡിലെ ആൻറ്റിജൻ എയുമായിട്ട് റിയാക്ട് ചെയ്തു. സോ അവിടെ എന്ത് പറ്റുന്നുണ്ട്, ഹീമോലൈസിസ് സംഭവിച്ച് അതൊരു ഫേറ്റൽ കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലൊക്കെ എത്ര പെർസെൻറ്റേജ്, അതായത് ഒ ഗ്രൂപ്പ് 40% ആൾക്കാർക്ക് പ്രസൻ്റ് ആണ്, എ ഗ്രൂപ്പ് വരുന്നത് 22%, പിന്നെ ബി ഗ്രൂപ്പ് വരുന്നത് 33%, എ ബി ഗ്രൂപ്പ് ബ്ലഡ് വരുന്നത് 5%. ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത്, individuals with type AB blood were once referred to as universal recipients. ഓക്കെ, എ ബി ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ബിക്കോസ് ദേ ഹാവ് നൈദർ എ നോർ ബി ആൻറ്റിബോഡി ടു ദ RBC ആൻറ്റിജൻസ് ആൻഡ് ക്യാൻ തിയററ്റിക്കലി റിസീവ് എനി ABO ടൈപ്പ് ബ്ലഡ്. അപ്പോൾ എ ബി ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് പറയാൻ കാരണം ഇതിൽ എ ആൻറ്റിബോഡിയോ അല്ലെങ്കിൽ ബി ആൻറ്റിബോഡിയോ ഇല്ല അല്ലേ, അപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിനെ വേണമെങ്കിലും എ ബി ഗ്രൂപ്പിനെ റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒ ടൈപ്പ് ആണെങ്കിൽ ഒ ബ്ലഡ് ഗ്രൂപ്പിനെ പറയുന്നത് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നാണ് പറയുന്നത്. ഒ ഇൻഡിവിജ്വൽസ് യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്, ബിക്കോസ് ദേ ഹാവ് നൈദർ എ നോർ ബി ആൻറ്റിജൻ ഓൺ ദിയർ RBCs. അവരിൽ എ ആൻറ്റിജനും ഇല്ല ബി ആൻറ്റിജനും ഇല്ല. സോ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വന്നാലും, ABOയിലുള്ള ഏത് ബ്ലഡ് ഗ്രൂപ്പ് വന്നാലും ഇവർക്ക് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആൻറ്റിജൻ പ്രസൻ്റ് അല്ല. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സൽ ഡോണറായിട്ട് നിൽക്കാൻ പറ്റും. അടുത്തത്, however type O blood does contain plasma antibodies to both A and B antigens, and when given to an A or B type recipient, it can cause a mild transfusion reaction. To avoid reactions, patients are usually given type specific blood even in emergencies. Red cells of all ABO groups possess a common antigen, the H antigen or H substance, which is the precursor for the formation of A and B antigens. അപ്പോൾ ABO ഗ്രൂപ്പ്സിലുള്ള മറ്റൊരു കോമൺ ആൻറ്റിജൻ ആണ് H ആൻറ്റിജൻ അല്ലെങ്കിൽ H സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് A ആൻറ്റിജൻ്റെയും B ആൻറ്റിജൻ്റെയൊക്കെ ഫോർമേഷൻ്റെ ഒരു പ്രിക്കഴ്സറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആൻറ്റിജനാണ് H ആൻറ്റിജൻ. H ആൻറ്റിജൻ ഈസ് നോട്ട് ഓർഡിനറിലി ഇമ്പോർട്ടൻ്റ് ഇൻ ഗ്രൂപ്പിംഗ് ഓർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡ്യൂ ടു ഇറ്റ്സ് യൂണിവേഴ്സൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ H ആൻറ്റിജൻ എന്ത് ചെയ്യത്തില്ല, കാര്യമായിട്ട് ഗ്രൂപ്പിങ്ങിലോ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. ഇനി അടുത്തൊരെണ്ണം ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുണ്ട് കേട്ടോ. ഹൗവർ ബെൻഡെ et al ഫ്രം ബോംബെ റിപ്പോർട്ടഡ് എ വെരി റയർ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് എ ആൻഡ് ബി ആൻറ്റിജൻസ് ആസ് വെൽ as H ആൻറ്റിജൻസ് വെയർ ആബ്സെൻറ്റ് ഫ്രം ദി റെഡ് സെൽസ്. ഓക്കെ, ഒരു ടൈപ്പ് റെഡ് സെൽസിൽ ആൻറ്റിജൻ എയും ഇല്ല, ആൻറ്റിജൻ ബിയും ഇല്ല, ആൻറ്റിജൻ എച്ചും ഇല്ല. അങ്ങനത്തെ ഗ്രൂപ്പിനെയാണ് ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ സിറം എടുക്കുകയാണെങ്കിൽ
sera of these individuals have anti-A, anti-B and anti-H antibodies. Therefore, they can accept the blood only from the same rare blood group. അപ്പോൾ ഇവരിൽ ആൻറ്റിജൻ നോക്കിക്കഴിഞ്ഞാൽ എയും ഇല്ല ബിയും ഇല്ല എച്ചും ഇല്ല. പക്ഷേ ഇവരിൽ ആൻറ്റിബോഡീസ് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി എയും ഉണ്ട്, ആൻറ്റി ബിയും ഉണ്ട്, ആൻറ്റി എച്ച് ആൻറ്റിബോഡീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എയും ബിയും ഒഴിവായാൽ തന്നെ അവിടെ എച്ച് ആൻറ്റിബോഡീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ എച്ച് ആൻറ്റിജൻ എങ്കിലും ക്രോസ് മാച്ചിന് എന്താണ് അഗ്ലൂട്ടിനേഷന് അവിടെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ റെയർ ഗ്രൂപ്പിന് അതേ ഗ്രൂപ്പ് തന്നെ ആൾക്കാർ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കൂടെ നോക്കി വയ്ക്കുക. പിന്നെ എ ബി എച്ച് ആൻറ്റിജൻസ് എല്ലാം ഗ്ലൈക്കോപ്രോട്ടീൻ നേച്ചറാണ് കേട്ടോ, ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് അവരെല്ലാം. They are also present in almost all the tissues and fluids of the body in addition to erythrocytes. They are found in secretions. ഏതൊക്കെ സെക്രീഷനിലാണ് പ്രസൻറ്റ് ആയിരുന്നത്? സലൈവ, ഗാസ്ട്രിക് ജ്യൂസ്, സ്വെറ്റ് of only about 75% of all persons, while these antigens are always present in tissues. Such persons are called secretors, and those who lack blood group antigens in secretions are called non-secretors. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ വരുന്നുള്ളൂ. ഇനി ആർച്ച് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം നോക്കാം. ആർച്ച് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തത് ലാൻഡ്സ്റ്റെയ്നറും വെയ്നറും ആണ് 1940. പിന്നെ ഈ ആർച്ച് സ്റ്റാൻഡ്സ് ഫോർ റീസസ് ഫാക്ടറിൽ നിന്നാണ് ആർച്ച് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആർച്ച് ഒരു ഇൻഡിവിജ്വലിന് ആർച്ച് ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ആർച്ച് പോസിറ്റീവ് എന്ന് കൊടുക്കും അല്ലേ. ഇനി ദ റീസസ് ആർച്ച് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് ബേസ്ഡ് അപ്പോൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ആൻ RBC ആൻറ്റിജൻ കോൾഡ് ദി ഡി ആൻറ്റിജൻ, ഓൾസോ നോൺ എസ് ആർച്ച് ഫാക്ടർ. ആൻ ഇൻഡിവിജ്വൽ വിത്ത് ദി ഡി ആൻറ്റിജൻ പ്രസൻറ്റ് ഓൺ RBC ഈസ് സെഡ് ടു ബി പോസിറ്റീവ് ഫോർ ദി ആർച്ച് ഫാക്ടർ. അതുപോലെ ഡി ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആർച്ച് നെഗറ്റീവ് എന്നായിരിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. A patient must receive blood with the correct Rh type as well as the correct ABO type. Unlike the ABO system, antibodies to the Rh factor are not preformed in the blood of Rh individuals. However, an Rh negative individual who receives Rh positive blood can become sensitized. This means that the individual may produce antibodies against the Rh factor. അതായത് ഇവിടെ ഈ ആർച്ച് സെൻസിറ്റൈസേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഹീമോളിറ്റിക് ഡിസീസ് ഓഫ് ദി ന്യൂ ബോൺ HDN എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു മദറിന് ആർച്ച് നെഗറ്റീവ് ബ്ലഡാണ് ഉള്ളതെങ്കിൽ, എന്നിട്ട് ഇവരുടെ ഫീറ്റസ് ഉണ്ടാവുന്ന കുഞ്ഞിന് ആർച്ച് പോസിറ്റീവും ആണ് ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ, ഈ എന്താണ് ഡെലിവറി ടൈമിൽ കുഞ്ഞിൻ്റെ ഈ ബ്ലഡ് ആർച്ച് പോസിറ്റീവ് ബ്ലഡ് ആ മദറിൻ്റെ ആർച്ച് നെഗറ്റീവായിട്ട് മിക്സ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആർച്ച് നെഗറ്റീവായിട്ടുള്ള മദറിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്തു? ഇതിനെ ടാർഗറ്റ് ചെയ്യും. ഓക്കെ, സം ഫോറിൻ ആൻറ്റിജൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഈ ഒരു മദറിൽ ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ ആർച്ച് പോസിറ്റീവായിട്ടുള്ള ഫീറ്റസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഓൾറെഡി പ്രസൻ്റ് ആയിരുന്ന ഈ ആർച്ച് പോസിറ്റീവിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഇവിടെ റിയാക്ട് ചെയ്തിട്ട് കുട്ടിക്ക് എന്തുണ്ടാവും? ഈ രണ്ടാമത്തെ കുട്ടിക്ക് എന്താണ് ഹീമോളിറ്റിക് ഡിസീസ് ഓഫ് ദി ന്യൂ ബോൺ, ഈ ഒരു കണ്ടീഷനിലോട്ട് അവരുടെ ആ കുട്ടിയുടെ ബ്ലഡിൽ ഹീമോളിസിസ് ഒക്കെ സംഭവിച്ച് അങ്ങനെ ഒരു ഫേറ്റൽ കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ അത് ആ ഒരു കണ്ടീഷനാണ് ഹീമോളിറ്റിക് ഡിസീസ് ഓഫ് ദി ന്യൂ ബോൺ. പിന്നെ ഇപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം നേരത്തെ തന്നെ ഗ്രൂപ്പിംഗ് എല്ലാം നേരത്തെ ചെയ്ത് അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഡെലിവറിയൊക്കെ നടക്കുന്നത് കേട്ടോ. ദെൻ ആർച്ച് ആൻറ്റിജൻസ്, ആർച്ച് പോസിറ്റീവ് ആർച്ച് നെഗറ്റീവ് പീപ്പിളിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. അതായത് നമ്മൾ നേരത്തെ ആർച്ച് ആൻറ്റിജൻസിൽ കോമൺ ആയിട്ട് ഡി ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ഡി ആൻറ്റിജൻ ആണെന്നുള്ളത്. അപ്പോൾ ഡി ആൻറ്റിജൻ്റെ പ്രസൻസിലാണ് നമ്മൾ ആർച്ച് പോസിറ്റീവ് എന്നും ഡി ആൻറ്റിജൻ്റെ ആബ്സെൻസിലാണ് നമ്മൾ ആർച്ച് നെഗറ്റീവ് എന്നും ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡി അല്ലാണ്ട് മറ്റു കുറച്ച് ആൻറ്റിജൻസും കൂടി ഈ ഒരു ഇതിൽ എന്താണ് ഈ ആർച്ച് ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ E, സ്മോൾ c, സ്മോൾ d ആൻഡ് സ്മോൾ a. There are 6 common types of Rh antigens, each of which is called an Rh factor. These types are designated as capital C, capital D, capital E, small c, small d and E.
A person who has C antigen, capital C antigen does not have the small c antigen. ഓക്കെ, ഒരു വ്യക്തിക്ക് C ആൻറ്റിജൻ, ക്യാപിറ്റൽ C ആൻറ്റിജൻ പ്രസൻ്റ് ആണ്, എന്താണ് പ്രസൻ്റ് ആണ്, പക്ഷേ അയാൾക്ക് സ്മോൾ c ആൻറ്റിജൻ ഇല്ല. ബട്ട് ദി പേഴ്സൺ മിസ്സിങ് ദ C ആൻറ്റിജൻ ഓൾവേസ് ഹാസ് ദി C ആൻറ്റിജൻ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ C ആൻറ്റിജൻ ഉള്ള ആളിന് സ്മോൾ c ആൻറ്റിജൻ കാണില്ല. ക്യാപിറ്റൽ C ആൻറ്റിജൻ ഇല്ലാത്ത വ്യക്തിക്ക് സ്മോൾ c ആൻറ്റിജൻ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ D സ്മോൾ ഡിയുടേതും അതുപോലെ ക്യാപിറ്റൽ E സ്മോൾ ഇ ആൻറ്റിജൻസിൻ്റെയും കാര്യത്തിൽ വരുന്നത്. ഓക്കെ, ഓൾസോ ബിക്കോസ് ഓഫ് ദി മാനർ ഓഫ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഈച്ച് പേഴ്സൺ ഹാസ് വൺ ഓഫ് each of the three pairs of antigens. The designations employed by the two system for the different Rh types are as follows. The type D antigen is widely present in the population and considerably more antigenic than the other Rh antigens. Okay, മേജറായിട്ട് നമ്മൾ എടുക്കുന്നത് ടൈപ്പ് ഡി ആൻറ്റിജനെയാണ്. ദെൻ RH പോസിറ്റീവ് ഓർ RH നെഗറ്റീവ് ബ്ലഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡി ആൻറ്റിജൻ ഓൺ ദി സർഫസ് ഓഫ് റെഡ് സെൽസ് റെസ്പെക്റ്റീവ്ലി. ഇറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ ടെസ്റ്റിംഗ് വിത്ത് ആൻറ്റി ഡി സെറം. ഓക്കെ, പിന്നെ അതായത് നമ്മളിപ്പോൾ RH പോസിറ്റീവാണോ RH നെഗറ്റീവാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബ്ലഡിനെ എന്ത് ചെയ്യുക, ആ ബ്ലഡിലോട്ട് ആൻറ്റി ഡി സെറം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കുകയാണ് അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് കറക്റ്റായിട്ട് RH പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് RH സെൻസിറ്റിവിറ്റി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ വേറൊരു ഫാക്ടറും കൂടെ പഠിക്കാനുണ്ട്. എ വേരിയൻറ്റ് ഓഫ് ഡി ഈസ് നോൺ ആസ് DU. ഓക്കെ, DU എന്ന് പറഞ്ഞ മറ്റൊരു വേരിയൻ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഡി ആൻറ്റിജൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ വീക്കർ വെർഷനാണ്. ഓക്കെ, വീക്കായിട്ടുള്ള ഡി ആൻറ്റിജൻസ് ആണ് ഈ DU എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് സെൽസ് ഓഫ് DU സബ് ടൈപ്പ് റിയാക്ട് വിത്ത് സം ബട്ട് നോട്ട് ഓൾ ആൻറ്റി ഡി. Though DU cells may not be agglutinated by anti-D sera, they absorb the antibody on their surface. The DU subtype can therefore be detected by reacting red cell with anti-D serum ആൻഡ് ദെൻ ഡൂയിങ് എ ഡയറക്റ്റ് കോംസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് DU എന്ന് പറയുന്ന ഫാക്ടർ, അതായത് അതൊരു വീക്കായിട്ടുള്ള വീക്കായിട്ടുള്ള ഡി ആൻറ്റിജൻ ആണെങ്കിൽ പോലും ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഒരു RH പോസിറ്റീവിൻ്റെ ഒരു എന്താണ് ഇഫക്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടൈമിലൊക്കെ RH പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ കോമൺ ആയിട്ട് കാണുന്ന ക്യാപിറ്റൽ ഡി ആൻറ്റിജൻ ഇല്ല എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡിയുടെ വേരിയൻ്റ് ആയിട്ടുള്ള DU ഫാക്ടർ മേ ബി ഉണ്ടാവാം. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈവൻ DU ടെസ്റ്റ് വരെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂംസ് ടെസ്റ്റാണ് നടത്തുന്നത്. കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ 2 ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. ഡയറക്റ്റ് കൂംസ് ടെസ്റ്റും അതുപോലെ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റും. ഇത് വേറൊന്നുമല്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു ആൻറ്റിബോഡീനെ നമ്മുടെ RBCയുടെ പുറത്ത് കാണപ്പെടുന്ന ആൻറ്റിബോഡിയോ അല്ലെങ്കിൽ ബ്ലഡിൽ ജസ്റ്റ് ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ആൻറ്റിബോഡീസിനെയൊക്കെ അതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൂംസ് ടെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ കൂംസ് ടെസ്റ്റ് ചെയ്തിട്ട് DU സബ് ടൈപ്പ് എന്താണ് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ എന്താണ് ആവശ്യം വരുന്നത് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് ഈ RH കോമ്പാറ്റബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഈ DU ടെസ്റ്റിൻ്റെ റിലവൻസ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് ആണ്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് in transfusion practice, test for ABO grouping is essential because of the consistent occurrence of hemolytic naturally occurring antibodies in plasma of persons lacking the corresponding antigen on red cells. Okay, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടക്കുന്നതിന് മുന്നേ എന്താണ് ബ്ലഡിൻ്റെ ഗ്രൂപ്പിംഗ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ അവിടെ അഗ്ലൂട്ടിനേഷൻ സംഭവിച്ച് ഫേറ്റൽ കണ്ടീഷനിലോട്ട് പോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ ഗ്രൂപ്പുണ്ട്, ടൈപ്പിൽ, 2 മെത്തേഡ്സിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് സെൽ ഗ്രൂപ്പിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയും. രണ്ടാമത്തേത് സിറം ഗ്രൂപ്പിംഗ് മെത്തേഡ്. ഓക്കെ, സിറം ഗ്രൂപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രൂപ്പിംഗ് എന്ന് പറയും. ഓക്കെ, സോ 2 മെത്തേഡ് ഓഫ് നമ്മൾ ABO ഗ്രൂപ്പിങ്ങിൽ 2 മെത്തേഡാണ് പറയുന്നത്. ഒന്ന് സെൽ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ഗ്രൂപ്പിംഗ്, പിന്നെ രണ്ടാമത്തേത് സിറം ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഓർ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ആൻറ്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാവുന്ന ആൻറ്റിബോഡീസിനെ കൊടുത്ത് റിയാക്ട് ചെയ്യിക്കും. ഓക്കെ, ചെയ്യിക്കുമ്പോഴത്തേക്കും അതിൽ അഗ്ലൂട്ടിനേഷൻ വരുന്നതും അഗ്ലൂട്ടിനേഷൻ വരാത്തതും നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. സോ അതിൽ നിന്ന് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മുടെ കയ്യിൽ കിട്ടിയെന്നുള്ളത്. ഓക്കെ, അതിനിപ്പോൾ ആൻറ്റിജൻ തന്നെ ചെക്ക് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ആൻറ്റിബോഡീസിനെയാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ കിട്ടുന്ന ആൻറ്റിബോഡീസിൻ്റെ ആ പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിൾ എടുക്കുക, അതുമായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് നോൺ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, മിക്സ് ചെയ്യിക്കുക. അപ്പോഴത്തേക്കും അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നില്ല, അതിൻ്റെ ബേസിസിൽ നമുക്ക് ഏത് ആൻറ്റിബോഡിയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആൻറ്റിജനാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് അത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, both cell and serum grouping should be done since each test acts as a check on the other, thus reducing the risk of error in grouping. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിലെ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 2 ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടെസ്റ്റുകളും ചെയ്തിട്ട് ഫൈനലായിട്ടാണ് നമ്മൾ, അതായത് ബോത്ത് സെൽ ആൻഡ് സെറം ഗ്രൂപ്പിംഗ് ഷുഡ് ബി ഡൺ, രണ്ടും ചെയ്താണ് ഫൈനലി ചെക്ക് ചെയ്യുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളത്. ഇൻ സെൽ ഗ്രൂപ്പിംഗ്, റെഡ് സെൽസ് ആർ ടെസ്റ്റഡ് ഫോർ ദി പ്രസൻസ് ഓഫ് A and B ആൻറ്റിജൻസ് എംപ്ലോയിങ് നോൺ സ്പെസിഫിക് ആൻറ്റി-B സെറം. അപ്പോൾ സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ 2 മെത്തേഡാണുള്ളത്. ഒന്ന് സെൽ ഗ്രൂപ്പിങ്ങും രണ്ടാമത്തേത് എന്താണ്, സിറം ഗ്രൂപ്പിംഗ്. ഓക്കെ, സിറം ഗ്രൂപ്പിംഗ്. അപ്പോൾ ഈ സെൽ ഗ്രൂപ്പിങ്ങിൽ ചെയ്യുന്നത് നമ്മൾ റെഡ് സെൽസിനെ ടെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, റെഡ് സെൽസിനെ ടെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. റെഡ് സെൽസിനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, റെഡ് സെൽസിൻ്റെ മുകളിൽ അല്ലെ ആൻറ്റിജൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൻറ്റിജനെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമുക്കറിയാമെന്നുള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും, അല്ലേ, ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ആൻറ്റിസെറൈനെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇനി സിറം ഗ്രൂപ്പിങ്ങിൽ ചെയ്യുന്നത്, സിറം ഗ്രൂപ്പിങ്ങിൽ എന്തായിരിക്കും, നമ്മൾ സിറത്തിനെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. സിറം ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൻറ്റിബോഡീസിനെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആൻറ്റിബോഡീസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എംപ്ലോയ് ചെയ്യുന്നത് എന്തിനായിരിക്കും, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന എന്തിനായിരിക്കും, ആൻറ്റിജൻസിനെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമറി ഡിഫറൻസ് നോക്കി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇൻ സെൽ ഗ്രൂപ്പിംഗ്, red cells are tested for the presence of A and B antigens employing non-specific anti-A and anti-B sera. ഓക്കെ, റെഡ് സെൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, ആൻറ്റിജൻ A ആണോ B ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇവിടെ നൽകുന്നത് എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റി-A അല്ലെങ്കിൽ ആൻറ്റി-B സെറമാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ആൻറ്റിബോഡീസിനെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇൻ സിറം ഗ്രൂപ്പിങ്ങിലാണെങ്കിലോ, സിറം ഈസ് ടെസ്റ്റഡ് ഫോർ ദി പ്രസൻസ് ഓഫ് ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസ് ബൈ എംപ്ലോയിങ് നോൺ ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B റിയേജൻറ്റ് റെഡ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിറത്തിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സിറത്തിലെ എന്തിൻ്റെ പ്രസൻസാ, ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസ്, അല്ലെ, ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നൽകുന്നത് എന്തായിരിക്കും, ഗ്രൂപ്പ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് B റിയേജൻറ്റ് റെഡ് സെൽസ്. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ആൻറ്റിജൻസിനെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, സിറം ഗ്രൂപ്പിംഗ് ഷുഡ് നോട്ട് ബി carried out in infants below 4 months. ഓക്കെ, ഈ 4 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സിറം ഗ്രൂപ്പിംഗ് ചെയ്യത്തില്ല. ബിക്കോസ് സിൻസ് ഇൻഫൻസ് സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസ് ബൈ 4 to 6 months ഓഫ് ഏജ്. ഇവരുടെ ആൻറ്റി-A ആൻറ്റി-B ആൻറ്റിബോഡീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെ 4 to 6 months ഓഫ് ഏജിലാണ്. അപ്പോൾ നമ്മൾ 4 monthsന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമുക്ക് എറർ ആയിരിക്കും കിട്ടുന്നത്, ഫോൾസ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എൽഡർലി പേഴ്സൺസ് മേ ഓൾസോ ഹാവ് ഡിപ്രസ്ഡ് ആൻറ്റിബോഡി ലെവൽസ്. In both these cases, ABO grouping is reliably performed by cell grouping method.
ദർ ആർ 5 മെത്തേഡ്സ് ഫോർ ബ്ലഡ് ഗ്രൂപ്പിംഗ്. ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് 5 മെത്തേഡ്സ് ഉണ്ട്. സ്ലൈഡ് മെത്തേഡ് ഉണ്ട്, ട്യൂബ് മെത്തേഡ് ഉണ്ട്, മൈക്രോപ്ലേറ്റ് ഉണ്ട്, കോളം അഗ്ലൂട്ടിനേഷൻ മെത്തേഡ് ഉണ്ട്, ജെൽ ടെക്നോളജി മെത്തേഡ് ഉണ്ട്, പിന്നെ സോളിഡ് ഫേസ് അഡ്ഹെറൻസ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് നോക്കാനുള്ളത് സ്ലൈഡ് മെത്തേഡും അതുപോലെ ട്യൂബ് മെത്തേഡും ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ സെൽ ഗ്രൂപ്പിംഗ് ഉണ്ട്. ഫോർവേഡ് ഗ്രൂപ്പിങ്ങിൽ ജസ്റ്റ് അവരതിൻ്റെ എന്താണ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം റെഡ് സെൽസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ ആ റെഡ് സെൽസിൻ്റെ സസ്പെൻഷൻ ഉണ്ടാക്കുക, അതായത് നോർമൽ സലൈനുമായിട്ട് മിക്സ് ചെയ്ത് സസ്പെൻഷൻ ഉണ്ടാക്കുക. 5% സസ്പെൻഷൻ ഉണ്ടാക്കി മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് സെൽ ഗ്രൂപ്പിങ്ങിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് 1 ഡ്രോപ്പ് ഓഫ് ആൻറ്റി എ ഇൻ ദ ട്യൂബ്. നമ്മൾ 3 ട്യൂബിനെ ലേബിൾ ചെയ്യും. എ എന്നും ബി എന്നും എ ബി എന്നും ലേബിൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എന്താണ് ആഡ് 1 ഡ്രോപ്പ് ഓഫ് ആൻറ്റി എ ഇൻ ദ ട്യൂബ് ലേബിൾഡ് എ. ദെൻ ആൻറ്റി ബി ഏതിലോട്ട് കൊടുക്കും, ബി എന്ന് ലേബിൾ ചെയ്ത ട്യൂബിലോട്ടും. പിന്നെ ആൻറ്റി എ ബിനെ എന്തിലോട്ട് കൊടുക്കുന്നുണ്ട്, എ ബി എന്ന് നെയിം ചെയ്ത ട്യൂബിലോട്ട്, ലേബിൾ ചെയ്ത ട്യൂബിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആൻറ്റിബോഡീസ് ഇപ്പോൾ ആഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ഇതിൽ ആഡ് ചെയ്യുന്നത്, ആഡ് 1 ഡ്രോപ്പ് ഓഫ് സെൽ സസ്പെൻഷൻ ഇൻ ഈച്ച് ട്യൂബ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സെൽ സസ്പെൻഷൻ്റെ ഓരോ ഡ്രോപ്പ് ഈ ട്യൂബിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് പ്രോപ്പർലി, ഇൻക്യുബേറ്റ് ദ മിക്സ്ചർ അറ്റ് എ റൂം ടെമ്പറേച്ചർ ഫോർ 5 to 10 minutes and then centrifuge at 1000 rpm for 1 minute. If no hemolysis is observed, hemolysis എന്ന് പറയുന്നത് RBCയുടെ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഹീമോലൈസിസ് ഒന്നും ഒബ്സർവ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്പേഴ്സ് ദ സെൽ ബട്ടൺ. സെൽ ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് താഴത്തെ ആ പെലറ്റ്. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഡെൻസിറ്റിയുടെ ഇതിനനുസരിച്ചിട്ട് വെയിറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ മേലെയും താഴേക്കായിട്ട് ഓരോ ലെയറായിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ബോട്ടത്തിൽ കിടക്കുന്നതിന്, അതായത് ഹീമോളിസിസ് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ബോട്ടത്തിൽ കിടക്കുന്ന സെല്ല് ഡിസ്പേഴ്സ് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ അഗ്ലൂട്ടിനേഷൻ. ഇഫ് നോ ക്ലംപ് ഈസ് സീൻ ബൈ നേക്കഡ് ഐസ്, എക്സാമിൻ അണ്ടർ മൈക്രോസ്കോപ്പ് ഫോർ വീക്ക് അഗ്ലൂട്ടിനേഷൻ. റെക്കോർഡ് ദ റിസൾട്ട്സ്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഫോർവേഡ് ഗ്രൂപ്പിങ്ങിൽ ആൻറ്റി എ സിറ ആഡ് ചെയ്ത ട്യൂബിൽ പോസിറ്റീവ്, ദാറ്റ് മീൻസ് അഗ്ലൂട്ടിനേഷൻ നടക്കുന്നുണ്ട്. ആൻറ്റി ബി ആഡ് ചെയ്ത ട്യൂബിൽ എന്താണ് പോസിറ്റീവ് അഗ്ലൂട്ടിനേഷൻ നടക്കുവാണ്. അതുപോലെ ആൻറ്റി എ ബി ആഡ് ചെയ്ത ട്യൂബിലും പോസിറ്റീവ് അഗ്ലൂട്ടിനേഷൻ. ഓക്കെ, അഗ്ലൂട്ടിനേഷൻ പോസിറ്റീവാണ്. ഇനി ഇതിൽ നമ്മൾ റിവേഴ്സ് ഗ്രൂപ്പിങ്ങും കൂടെ ചെയ്യുമ്പോൾ എയും ബിയും ഓയിലും എല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലി ഇതിൻ്റെ റിസൾട്ട് എ ബി എന്ന് കിട്ടും, അതായത് ബ്ലഡ് ഗ്രൂപ്പ് എ ബി എന്ന് കാണാൻ പറ്റും. ഓക്കെ, ദെൻ സിറം ഗ്രൂപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. ഇതിൻ്റെ പ്രോട്ടോകോൾ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെറം ഗ്രൂപ്പിങ്ങിൽ നമ്മൾ സെറത്തിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ദ സിറം ഓഫ് ദി ഡോണർ ഓർ പേഷ്യൻ്റ് ഈസ് ടെസ്റ്റഡ് അഗെയിൻസ്റ്റ് നോൺ സെൽസ് ഓഫ് ഗ്രൂപ്പ് എ ബി ആൻഡ് ഒ. ദീസ് സെൽസ് ആർ ഐദർ പ്രിപ്പയർഡ് ഇൻ ദ ലാബ് ബൈ പൂളിംഗ് ഓർ ക്യാൻ ബി അക്വയർഡ് ഫ്രം മാനുഫാക്ചറേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൊസീജിയർ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറേഞ്ച് 3 ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ലേബിൾ ദം എ ബി ആൻഡ് ഒ. പ്ലേസ് 2 ഡ്രോപ്സ് ഓഫ് സിറം ടു ബി ടെസ്റ്റഡ് ഇൻ ഈച്ച് ട്യൂബ്. ആദ്യം നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുന്നു, എ ബി ഒ എന്ന് ലേബിൾ ചെയ്യുന്നു. അതിനകത്തോട്ട് 2 ഡ്രോപ്പ് വീതം സെറം, ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന സെറത്തിന് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇനി അടുത്ത ആരെയായിരിക്കും ആഡ് ചെയ്യേണ്ടത്, ആഡ് 1 ഡ്രോപ്പ് ഓഫ് ഗ്രൂപ്പ് സെൽസ് ടു ദി ട്യൂബ് എ, ബി ഗ്രൂപ്പ് സെൽസ് ടു ദി ബി ആൻഡ് ഒ ഗ്രൂപ്പ് സെൽസ് ടു ദി ട്യൂബ് ലേബിൾഡ് ഒ. അതായത് നമ്മൾ സെറ എടുത്തു, അതിനകത്തോട്ട് ആൻറ്റിജൻസിന് ആഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ദെൻ ഷേക്ക് ദ കണ്ടൻസ് ജെൻറ്റ്ലി, ഇൻക്യുബേറ്റ് അറ്റ് എ റൂം ടെമ്പറേച്ചർ ഫോർ 5 to 10 minutes ആൻഡ് സെൻട്രിഫ്യൂജ് അറ്റ് 1000 rpm ഫോർ 1 minute. ഇഫ് ദ സൂപ്പർനേറ്റൻറ്റ് ഷോസ് നോ സൈൻസ് ഓഫ് ഹീമോലൈസിസ്, ഡിസ്പേഴ്സ് ദ സെൽ ബട്ടൺ ആൻഡ് ഒബ്സർവ് ഫോർ അഗ്ലൂട്ടിനേഷൻ. ഇഫ് നോ അഗ്ലൂട്ടിനേഷൻ ഈസ് ഒബ്സർവ്ഡ് ബൈ നേക്കഡ് ഐസ്, എക്സാമിൻ അണ്ടർ മൈക്രോസ്കോപ്പ്. സോ റെക്കോർഡ് ദ റിസൾട്ട്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടും. ഇപ്പോൾ എ ഗ്രൂപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്, എ ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പിൽ എന്തൊക്കെയായിരിക്കും പ്രസൻ്റ് ആയിരിക്കുക, ആൻറ്റിജൻ എ അല്ലേ, ആൻറ്റിജൻ എയും അതുപോലെ ആൻറ്റിബോഡി ബിയും ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിലോട്ട് നമ്മൾ എന്താണ് ആൻറ്റി എ ആഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ട്യൂബിൽ ഇതിപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പാണ് ആക്ച്വലി, പക്ഷെ നമുക്കറിയില്ല അത് ഏത് ഗ്രൂപ്പാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആൻറ്റി എ സിറം ഇടുമ്പോഴത്തേക്ക് എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമോ, ആൻറ്റി എ സിറം
ഇത് ആൻറ്റിജൻ ഇത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. സോ നമ്മുടെ കയ്യിൽ നമ്മൾ ആദ്യത്തെ ട്യൂബിൽ ആൻറ്റി എ സെറം ഇടുന്നു, അടുത്ത ട്യൂബിൽ ആൻറ്റി ബി സെറം ഇടുന്നു. അപ്പോൾ ഇതിൽ ആൻറ്റി എ സെറം ഇട്ടെടുത്ത് എന്ത് പറ്റും, ഇതും ഇവിടുത്തെ ആൻറ്റിജൻ എയുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കുമല്ലേ, അഗ്ലൂട്ടിനേഷൻ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ആൻറ്റി ബി ഇടുമ്പോഴത്തേക്കും അതും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യോ, ഇല്ല, അവിടെ അഗ്ലൂട്ടിനേഷൻ നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മളെടുത്ത സാമ്പിൾ എ ഗ്രൂപ്പ് ആണെന്നുള്ളത് കണ്ടോ. അപ്പോൾ നമുക്ക് പ്ലസ്സും മൈനസും അല്ലേ, അപ്പോൾ ആൻറ്റി എയിൽ പ്ലസ്സും ആൻറ്റി ബിയിൽ മൈനസും വന്നു. ഇതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, എ ബ്ലഡ് ഗ്രൂപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ബാക്കി എന്താണ് എറേഴ്സ് ഒന്നും ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ഗ്രൂപ്പിങ്ങും കൂടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ടേബിൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ എ ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് കിട്ടും. ഇനി സ്ലൈഡ് ടെസ്റ്റും അതുപോലെ ട്യൂബ് മെത്തേഡും കൂടെ ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സ്ലൈഡ് ടെസ്റ്റിൽ ഇതേ കാര്യം തന്നെ നമ്മൾ ഒരു സ്ലൈഡിൽ ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ട്യൂബിൽ ചെയ്യുന്നത്, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. സോ പ്രിൻസിപ്പിൾ നോക്കുക. സ്ലൈഡ് ടെസ്റ്റിൻ്റെ റെഡ് സെൽസ് ഫ്രം ദി സ്പെസിമെൻ ആർ ടെസ്റ്റഡ് ഫോർ എ ഓർ ബി ആൻറ്റിജൻസ് ബൈ യൂസിങ് നോൺ റിയേജൻറ്റ് ആൻറ്റിസെറ. അഗ്ലൂട്ടിനേഷൻ ഓഫ് റെഡ് സെൽസ് ഇൻഡിക്കേറ്റ്സ് പ്രസൻസ് ഓഫ് കറസ്പോണ്ടിങ് ആൻറ്റിജൻ ഓൺ റെഡ് സെൽസ്. അപ്പോൾ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലംപ് ചെയ്ത് ഇങ്ങനെ നിൽക്കത്തില്ല, അഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കത്തില്ല, അതാണ് അഗ്ലൂട്ടിനേഷൻ. സോ ഇവിടെയും സ്ലൈഡ് ടെസ്റ്റിലായാലും നമുക്ക് അഗ്ലൂട്ടിനേഷൻ വഴിയാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മെത്തേഡ് നോക്കിയാൽ മതി. മെത്തേഡ് എന്ന് പറയുമ്പോൾ place 1 drop of anti-A and 1 drop of anti-B anti-serum at the center of corresponding section of the slide. ഒരു സ്ലൈഡ് എടുക്കുന്നു, സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് ആൻറ്റി എയും ഒരു ഡ്രോപ്പ് ആൻറ്റി ബി ആൻറ്റിസെറവും പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് 1 ഡ്രോപ്പ് ഓഫ് ബ്ലഡ് സാമ്പിൾ ടു ബി ടെസ്റ്റഡ് ടു ഈച്ച് ഡ്രോപ്പ് ഓഫ് ആൻറ്റിസെറം. ഈ ഓരോ ഡ്രോപ്പ് ആൻറ്റിസെറത്തിലും 1 ഡ്രോപ്പ് ഓഫ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ബ്ലഡ് സാമ്പിൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുന്നു. അപ്പോഴേക്കും അഗ്ലൂട്ടിനേഷൻ പോസിറ്റീവും നെഗറ്റീവും എന്തായാലും കിട്ടുമല്ലോ. സോ അതനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയായിരിക്കും? റിസൾട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്ലംസ് ഓഫ് റെഡ് സെൽസ് ആർ സീൻ ഫ്ലോട്ടിങ് ഇൻ എ ക്ലിയർ ലിക്വിഡ്. നെഗറ്റീവ് ആണെങ്കിൽ യൂണിഫോം സസ്പെൻഷൻ ഓഫ് റെഡ് സെൽസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റിൽ ഇപ്പോൾ ആൻറ്റി എ ആഡ് ചെയ്തപ്പോൾ അവിടെ അഗ്ലൂട്ടിനേഷൻ നടന്നു. ആൻറ്റി ബി ആഡ് ചെയ്ത പോർഷനിൽ ആ ഒരു ബ്ലഡ് സാമ്പിളിൽ അഗ്ലൂട്ടിനേഷൻ നടന്നിട്ടില്ല എങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. അതുപോലെ ആൻറ്റി എ ആഡ് ചെയ്ത സമയത്ത് നോ അഗ്ലൂട്ടിനേഷൻ നെഗറ്റീവും, ആൻറ്റി ബി ആഡ് ചെയ്ത സമയത്ത് പോസിറ്റീവും ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ബി ആയിരിക്കും. അതുപോലെ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒ ആയിരിക്കും. ഓക്കെ, സ്ലൈഡ് ടെസ്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സ്ലൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡാണ്, സിമ്പിൾ മെത്തേഡാണ്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ് എ പ്രിലിമിനറി ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ബിഫോർ ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സിൽ, പിന്നെ ഇൻ കേസ് ഓഫ് എൻ എമർജൻസി. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കാം. റിസൾട്ട്സ് ഓഫ് സ്ലൈഡ് ടെസ്റ്റ് ഷുഡ് ഓൾവേസ് ബി കൺഫേംഡ് ബൈ സെൽ ആൻഡ് സിറം ഗ്രൂപ്പിംഗ് ബൈ ട്യൂബ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡ് ടെസ്റ്റ് ചെയ്താലും നമ്മൾ ട്യൂബ് മെത്തേഡിൽ സെൽ ഗ്രൂപ്പിങ്ങും സിറം ഗ്രൂപ്പിങ്ങും ചെയ്തിരിക്കണം, എന്നിട്ടേ റിസൾട്ട് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. വീക്ക്ലി റിയാക്റ്റീവ് ആൻറ്റിജൻസ് മേ ബി മിസ്ഡ് ബൈ സ്ലൈഡ് മെത്തേഡ്സ്. ഈ വീക്ക്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഒക്കെ സ്ലൈഡ് മെത്തേഡിൽ മിസ്സാവാറുണ്ട്. സ്ലൈഡ് ടെസ്റ്റ് ഈസ് ഓൾസോ നോട്ട് സ്യൂട്ടബിൾ ഫോർ സിറം ഗ്രൂപ്പിംഗ്. സിറം ഗ്രൂപ്പിങ്ങിന് അത്ര സ്യൂട്ടബിൾ മെത്തേഡല്ല സ്ലൈഡ് ടെസ്റ്റ്. പിന്നെ ഡ്രൈയിങ് ഓഫ് ദി ആൻറ്റിസെറം ബ്ലഡ് മിക്സ്ചർ അറൗണ്ട് ദ എഡ്ജസ് ക്യാൻ ബി മിസ്ഇൻ്റർപ്രിറ്റഡ് ആസ് അഗ്ലൂട്ടിനേഷൻ. അപ്പോൾ ഇവിടെ ഓപ്പൺ കണ്ടീഷനിലിരിക്കുകയാണല്ലേ സ്ലൈഡ്, സോ ഇവിടെ ഡ്രൈയിങ് ഉണ്ടാവാം. ഡ്രൈയിങ് എന്തുമായിട്ട് നമ്മൾ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യാം, അതായത് അഗ്ലൂട്ടിനേഷൻ നടന്നതായിട്ട് അങ്ങനെ ഒരു ഫാൾസ് റിസൾട്ടിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ദ റിസൾട്ട് ഈസ് റീഡ് ബിഫോർ 2 minutes, വീക്ക് ആൻറ്റിജൻസ് മേ ബി മിസ്ഡ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇനിയുള്ളത് ട്യൂബ് മെത്തേഡാണ്. ഇപ്പോൾ ചെയ്തത് തന്നെ നമ്മൾ ട്യൂബിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഫോർ സെൽ ഗ്രൂപ്പിംഗ് നോൺ ആൻറ്റിസെറം ആൻഡ് പേഷ്യൻസ് റെഡ് സെൽസ് ആർ മിക്സ്ഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഇൻക്യുബേറ്റഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ 5 minutes ആൻഡ് ദെൻ സെൻട്രിഫ്യൂജ്ഡ്. നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ ഇപ്പോൾ സെൽ ഗ്രൂപ്പിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ആൻറ്റിസെറം എടുക്കുന്നു, എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ റെഡ് സെൽസ് അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് 5 minute റൂം ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുന്നു. ഇൻ സെറം
or reverse grouping serum from the patient and reagent red cells of non-group are used. Following centrifugation, a red cell button will be seen at the bottom of the tube. Cell button is resuspended by gently tapping the base of the tube. Okay. പിന്നെ ഇതിൽ പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലംസ് ഓഫ് റെഡ് സെൽസ് സസ്പെൻഡഡ് ഇൻ എ ക്ലിയർ ഫ്ലൂയിഡ്. നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിഫോം സസ്പെൻഷൻ ഓഫ് റെഡ് സെൽസ്. പിന്നെ നമ്മളിവിടെ കൺട്രോൾ ട്യൂബ്സും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ട്യൂബ്സ് ഓഫ് ഓട്ടോ കൺട്രോൾ, പോസിറ്റീവ് കൺട്രോൾ ആൻഡ് നെഗറ്റീവ് കൺട്രോൾ ഷുഡ് ഓൾവേസ് ബി സെറ്റപ്പ് അലോങ് വിത്ത് ദി ടെസ്റ്റ് സാമ്പിൾ ട്യൂബ്. അത് നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം നമ്മൾ കൺട്രോൾ ട്യൂബ്സും കൂടി പ്ലേസ് ചെയ്യും. അതായത് അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ റിയേജൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട്. അതുപോലെ റിസൾട്ട്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ട്യൂബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോ കൺട്രോൾ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പേഷ്യൻറ്റിൻ്റെ തന്നെ റെഡ് സെൽസും പേഷ്യൻറ്റിൻ്റെ തന്നെ ഓട്ടോ ആൻറ്റിബോഡീസും ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് പേഷ്യൻറ്റിൻ്റെ തന്നെ സെറോ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അഗ്ലൂട്ടിനേഷൻ, ഇങ്ങനെ ഓട്ടോ അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓട്ടോ കൺട്രോൾ ട്യൂബ് യൂസ് ചെയ്യും. അതുപോലെ പോസിറ്റീവ് കൺട്രോൾ ട്യൂബ്സും പിന്നെ നെഗറ്റീവ് കൺട്രോൾ ട്യൂബ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് കൺട്രോൾ ട്യൂബ്സിൽ എങ്ങനെയായിരിക്കും, ഇൻ ടു പോസിറ്റീവ് കൺട്രോൾ ട്യൂബ്സ് ആൻറ്റി എ സെറം ഈസ് മിക്സ്ഡ് വിത്ത് ഗ്രൂപ്പ് എ റെഡ് സെൽസ് ആൻഡ് ആൻറ്റി ബി ഈസ് മിക്സ്ഡ് വിത്ത് ഗ്രൂപ്പ് ബി റെഡ് സെൽസ് റെസ്പെക്റ്റീവ്ലി. ഇൻ ടു നെഗറ്റീവ് കൺട്രോൾ ട്യൂബ്സ് ആൻറ്റി എ സെറം ഈസ് മിക്സ്ഡ് വിത്ത് ഗ്രൂപ്പ് ബി റെഡ് സെൽസ് ആൻഡ് ബി സെറം ആൻഡ് ആൻറ്റി ബി സെറം ഈസ് മിക്സ്ഡ് വിത്ത് ഗ്രൂപ്പ് എ റെഡ് സെൽസ് റെസ്പെക്റ്റീവ്ലി. ദീസ് കൺട്രോൾസ് ആർ നെസസറി ടു കൺഫേം ദാറ്റ് റിയേജൻസ് ആർ വർക്കിംഗ് പ്രോപ്പർലി. പിന്നെ ടെസ്റ്റ് ട്യൂബ് മെത്തേഡ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് മോർ റിലയബിൾ ദാൻ സ്ലൈഡ് മെത്തേഡ്. സ്ലൈഡ് മെത്തേഡിനേക്കാളും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് ടെസ്റ്റ് ട്യൂബ് മെത്തേഡാണ്. ദിസ് ഈസ് ബിക്കോസ് സെൻട്രിഫ്യൂഗേഷൻ ബ്രിങ്സ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡീസ് ക്ലോസർ ടുഗദർ ആൻഡ് അലൗസ് ഡിറ്റക്ഷൻ ഓഫ് വീക്കർ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സ്ലൈഡ് മെത്തേഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ഇൻട്രാക്ഷൻ വീക്കാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വയ്ക്കുക. എടുത്ത സാമ്പിൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ സെൻട്രിഫ്യൂഗേഷനൊക്കെ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ട്യൂബ് മെത്തേഡിൽ ഒന്നും കൂടി ആ ഒരു വീക്കർ റിയാക്ഷൻ ആണെങ്കിൽ പോലും നന്നായിട്ട് നമുക്കിവിടെ റിസൾട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ട്യൂബ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജിൽ വരുന്നത്. താങ്ക് യു.